ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മേൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. പട്ടാമ്പി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സാഹിത്യ സെമിനാർ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. AEO സുമതി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സാഹിത്യ സെമിനാർ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം AEO സുമതി ടീച്ചർ നിർവഹിച്ചു. 3 വർഷമായിട്ടാണ് വിദ്യാരംഗത്തിന്റെ സെമിനാർ പട്ടാമ്പി സബ് ജില്ലയിൽ ഒരു മത്സരമായിരുന്നു സാഹിത്യ സെമിനാർ തുടങ്ങിയിട്ടുള്ളത്. 3ാമത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയോടും പഠിച്ചതൊക്കെ ഇങ്ങനെ ചുണ്ടിലും അതുപോലെ തന്നെ വിരൽത്തുമ്പിലും ആക്കിക്കൊണ്ട് വീർപ്പടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്ന് പറയുന്നത്, എനിക്കറിയാം നമ്മുടെ MTA പറയുകയാണെങ്കിൽ ഒരു ദിവസമോ ഒരു മാസമോ അല്ല, അതിനേക്കാളേറെ പറയാനുള്ള സാഹിത്യ രചനകളെ കുറിച്ച് ചർച്ച ചെയ്യാനും നമുക്കുണ്ട്. അപ്പൊ അതിനേക്കാൾ ഇതിലാണ് മഞ്ഞ് എന്ന കൃതി നിങ്ങളൊക്കെ പഠിച്ച് അത് പ്രസന്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്നാലും അതൊരു കേരളീയ പശ്ചാത്തലത്തിൽ നടക്കുന്നതല്ല. എങ്കിലും MT അതിൻ്റെ ഒരു സ്ത്രീയുടെ മാനസിക ചിന്തകൾ, ഒരു സ്ത്രീയുടെ എല്ലാ വിഫലത നിറഞ്ഞ മനസ്സിനെ രേഖപ്പെടുത്തുന്നത് മറ്റ് നോവലുകളിൽ നിന്നും കൃതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തകളാണ് അതിലുള്ളത്. അപ്പൊ അത് എല്ലാ കുട്ടികളും നന്നായി പ്രസന്റ് ചെയ്യാന്നാണ്. കൊപ്പം GVHSSലെ അധ്യാപകൻ നാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റോജർ ടീച്ചർ MT അനുസ്മരണം നടത്തി. വിദ്യാരംഗം സബ് ജില്ലാ കൺവീനർ പരമേശ്വരൻ മാസ്റ്റർ അതിഥികളെ പരിചയപ്പെടുത്തി. പ്രിൻസിപ്പൽ സുരേഷ് മാസ്റ്റർ, CV ദിനേശ്, അനില ടീച്ചർ, സബിത ടീച്ചർ, T കൃഷ്ണകുമാർ, ഷാഹുൽ, ഷീജ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന ഭാഷാ സെമിനാറിൽ M രഘുനാഥൻ മാസ്റ്റർ, MV രാജൻ മാസ്റ്റർ എന്നിവർ വിധികർത്താക്കളായി. ചുണ്ടമ്പറ്റ GHSSലെ ദിയ കൃഷ്ണയെ ജില്ലാ തലത്തിലേക്ക് തെരഞ്ഞെടുത്തു.